ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സ്പോൺസേഴ്സ് ടൈറ്റിൽ സ്പോൺസർ ആംസ് ജോബ് പവർഡ് ബൈ ഹെക്സാ ബ്ലൂ ആൻഡ് our supporting sponsors Oscar, Shamberg, Ascot and Fitch, Asian Gold and Diamonds and our supporting sponsor Lulu Exchange and Prime Hospital Dubai. നമുക്ക് ഇനിയും മത്സരങ്ങൾ വരാനുണ്ട്. നമ്മുടെ സ്കോർ നിലയിൽ ഇപ്പം ഒന്നാമത് നിൽക്കുന്നത് മഹാബി ആണ്. നമ്മുടെ സ്കോർ ബോർഡിൽ ഇപ്പൊ ഒന്നാമത് നിൽക്കുന്നത് ഓസ്കർ മഹാബി. ഈ കയ്യടി പോരാ, ഒന്നാമതാണ് നിങ്ങൾ അവസാനമല്ല. ശരി, നേരത്തെ പറഞ്ഞ ബാറ്റിൽ ഓഫ് യങ് ബ്ലഡ് ടീമിന്റെ ആദ്യം മത്സരിക്കാൻ വരുന്നത് ആക്ച്വലി ഷംബർഗ് ജൻ പാതാള ടീമാണ്. നിങ്ങളൊന്ന് റെഡി ആയിട്ട് നിൽക്കുക. നിങ്ങളാണ് ആദ്യം മത്സരിക്കാൻ എത്തുന്നത്. പെർഫോമൻസ് വൈസ് അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമുക്ക് എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ഒരു ഗെയിമിലേക്ക് പോവാം. സമ്മാനം റെഡിയാണ്. ആ സമ്മാനം കൊണ്ട് വെച്ചോ. അപ്പൊ ഞാൻ മൈക്കുമായിട്ട് അങ്ങ് പോവാം. നവീൻ ഇടയ്ക്ക് മൈക്കായിട്ടൊക്കെ പുറത്തിറങ്ങാട്ടോ. അടുത്ത ഗിഫ്റ്റ് ഞാൻ ഇറങ്ങി അവർക്ക് ചിലപ്പോൾ ഒരു പണിയായാലോ. അല്ല, നേരത്തെ ഞാൻ കാര്യം എണീപ്പിച്ച് ഡാൻസ് കളിപ്പിക്കും. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ആദ്യം കുട്ടി ഗെയിംസ് ഷാഫിക്ക വരും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നിർത്തി വെച്ച ഗെയിമിൽ ആകെ ഒരാളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ. ആ ഒരാൾക്ക് സമ്മാനം കിട്ടി. ഇതാണ് കുഴപ്പം. നമ്മളൊരു ഗെയിമിന് വിളിക്കുമ്പോൾ മടിച്ചിരിക്കരുത്. എനിക്ക് വരാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഗെയിംസ് ഓൺലി ഫോർ അഡൾട്ട്സ്. ഒറ്റ തവണ കൂടി നമ്മൾ ഹാപ്പി എന്ന് പറയുന്നത് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ്. അത് ഇപ്പോഴാണ് കേട്ടത്. പുള്ളി 12:30 സദ്യ കഴിച്ചു. മൊത്തം എനർജറ്റിക് ആയി. രാവിലെ മുതൽ അവിടെ ഇരിക്കുക. സദ്യ കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗെയിം ഇറക്കും. വാ, ആരെങ്കിലും ഇനി വേറെ മത്സരിക്കാനുണ്ടെങ്കിൽ ഒന്ന് വന്നേ. കറണ്ട് വല്ലതും അടിക്കോ ചാരിന്ന. ഓക്കെ, സമ്മാനമൊക്കെ ഇവിടെ ഒന്ന് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ പിന്നെ മത്സരിക്കാൻ ഇവിടെ വരാം. നേരത്തെ പറഞ്ഞ ഗെയിം ഹാപ്പി എന്നുള്ളതൊന്ന് മാക്സിമം സസ്റ്റെയിൻ ചെയ്ത് പറയാവാ. സദ്യ കഴിച്ചോ? ഇല്ല, ഇതൊന്ന് കഴിച്ചിട്ട് കഴിക്കാം. വാ, പേര് പറഞ്ഞേ. പേര് വരുൺ. ഏതാ ബാച്ച്? വൈഫാണ്. 2011 ട്രിപ്പിൾ. അവിടെ 2011 ടീമൊക്കെ ഉണ്ടോ? അപ്പൊ എന്നാലും സപ്പോർട്ട് ചെയ്യുക. അയ്യോ, സ്റ്റോപ്പ് വാച്ച്. Okay, your time starts now. Happy അതെന്താ ഒരു തള്ളല്? ഓക്കേ, താങ്ക് യു. നിനക്ക് തന്നെ ചിരിയൊന്നുമില്ലേ? പക്ഷെ കൊള്ളാം, സംഗീതം പഠിച്ച പോലെയായിരുന്നു. ആ ഒരു ഷഡ്ജവും താളമൊക്കെ ഉണ്ടായിരുന്നു. 14 സെക്കൻഡ് ആണ്. ഒരു രണ്ടുപേരും കൂടെ മത്സരിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ആരെങ്കിലും ഉണ്ടോ? ഇനി എനിക്ക് ലേഡീസിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. വാ, ഇവിടെ വുമൺ കുട്ടികളില്ല. ഞാൻ ആക്ച്വലി ഇത് ബാറ്റിൽ ഓഫ് ബാച്ചസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മഹാബിയുടെ സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വരുമായിരിക്കും. പിന്നെ അത് നമുക്ക് വേറൊരു കണ്ടസ്റ്റന്റും കൂടെ ഉണ്ട്. രണ്ടുപേരുണ്ട്. ഒരു ലേഡി കൂടെ വരാമോ? അപ്പൊ മത്സരം ഒന്ന് കൊഴുക്കും. എന്തായാലും വന്നതല്ലേ. ഒരു ലേഡി കൂടി ഒരു ചാൻസ് തരാം. ഒരു ലേഡി കൂടി ആരെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല, ചേട്ടനായാലും മതി. വാ, ഇങ്ങോട്ട് പ്രശ്നമുണ്ടോ? പതുക്കെ വന്നാൽ മതി, ഞാൻ ഇവരെ മത്സരിപ്പിക്കാം. ശരി, അപ്പൊ ഇതിപ്പോ നമ്മള് എന്താ പറയാ, സ്ത്രീ പുരുഷ ഭേദം നോക്കുന്നില്ല. ആരാണോ മാക്സിമം അവർക്ക് തന്നെ സമ്മാനം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണ്. നമുക്ക് ഇതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ സ്കോർ നില വിളിച്ചത് നമ്മുടെ പ്രൊസിഷൻ ആൻഡ് റാംവോ കോമ്പറ്റീഷന്റെ വിന്നേഴ്സ് ആയിട്ടാണ്. അതിൽ സ്കോർ നില വെച്ചിട്ടല്ലായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അതിനൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. വിന്നേഴ്സിന് മാത്രമാണ്, അതായത് ടീം പ്രൊസിഷൻ ആൻഡ് റാംവോ കോമ്പറ്റീഷന് ഫസ്റ്റ് പ്ലേസ് കിട്ടിയേക്കുന്നത് ഓസ്കർ മഹാബിക്കാണ്. സ്കോർ ബോർഡ് നമ്മൾ ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല. സോ യാതൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ. എന്നാൽ നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോവാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Happy കൊള്ളാം, ഈ മത്സരാർത്ഥി കൊള്ളാം. അടിപൊളി അടിപൊളി. വിളിക്കാ, പോയിക്കോ, ശ്വാസം എടുത്തോ. വന്നും പോയി. നമ്മള് ഇത്ര തന്ന പണിയല്ലേ, എനിക്കറിയാം. 21 സെക്കൻഡാണ്. അപ്പോൾ അത് കൈയടിക്കാം. നമുക്ക് എന്താ ബാക്കി നമുക്ക് പിന്നെ നോക്കാം. റെഡി? അപ്പൊ റീസെറ്റ്. Your time starts
Your time starts now. ഹാപ്പി What a lung capacity. My God, അടിപൊളി. ഇതാണ് പറഞ്ഞ പയ്യെ തിന്ന പനി തിന്നാന്ന്. 23 സെക്കൻഡ്. ഒരു കൈ കൊടുക്കൂ. അല്ല പോലെ ചിലപ്പോ പിന്നെയും വരേണ്ടി വരും. ഈ കസേരയൊക്കെ താണ്ടി അവിടെ ചിലപ്പോ ഞാൻ സമ്മാനത്തിന് പിന്നെയും വിളിക്കും. അല്ല വേണ്ട, ഞാൻ കൊണ്ടുതരാം. 21, 23. വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ ബാക്കി നിൽക്കണവര് ഇവിടെ നിൽക്കണോന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, മത്സരിക്കുക എന്നുള്ളതാണ് നമ്മുടെ. എൻ്റെ പേര് ലേഖ. 2005 MBA പാസ് ഔട്ടാണ്. Your time starts now. ഹാപ്പി സോറി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Thank you so മത്സരിക്കാൻ much. അവിടുന്ന് വന്ന ടീമാണ്. കൂളിംഗ് ഗ്ലാസ് എടുത്ത് വയ്ക്കും. പിന്നെ അത് വേണം. അങ്ങനെ നമ്മുടെ കുടുംബ പരിപാടിയല്ലേ. നമ്മൾ നാടൻ കിടന്ന് നമ്മൾ തന്നെ കാണണ്ട. Ready? 3, 2, 1, start. ഹാപ്പി എന്തോ വലിയ ടെക്നിക് ഉണ്ട്. മൂക്കൊക്കെ പൊത്തിയിട്ട് പറഞ്ഞു ഹാപ്പി പറഞ്ഞു. Happy അവനൊരു കൈയിടോട് കേട്ടോ. അവൻ 17 പറഞ്ഞു. നിനക്ക് ഇവര് ഗിഫ്റ്റ് ഒരെണ്ണം കൊടുക്കണോട്ടോ. അതെ, സംഘാടകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു ഗിഫ്റ്റ് എന്തായാലും ഇവര് കൊടുത്തേക്കണം പോകുമ്പോ. തരും. ആ ചെക്ക് ഷർട്ട് ഇട്ട ചേട്ടനെ പിടിച്ചാൽ മതി. ഓക്കെ, പുള്ളിയാണ് ഗിഫ്റ്റ് തരുന്നത്. പേര് ചോദിച്ചു വെച്ചോ. ഇനിയുണ്ടോ? അത് ശരി. ഒരെണ്ണം കൂടി, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അത് കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. 3, 2, 1, start. happy പത്ത് സെക്കൻഡിന് ഒരു കൈയടി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഫൈനലി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം അപ്പൊ ഇനിയും ഒരു ഗെയിം പോകാനുള്ള സമയം ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. പറഞ്ഞോ. മത്സരിക്കണോ? റെഡിയാണോ? ഒരാൾ കൂടി ഭയങ്കര ആഗ്രഹം. അവിടെ നിന്ന് കുറെ നേരമായി പ്രാക്ടീസ് ചെയ്യുന്നു. മത്സരിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ ടൈം എന്തായാലും നോക്കാം. ഓക്കെ, റെഡി? 3, 2, 1, start. happy ഓക്കെ, ഒന്ന് കൈയടിച്ചെല്ലാവരും. ഹാപ്പി ആണല്ലോ. ബിപിൻ മോഹൻ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഷാഫിക, നിങ്ങൾ മേലെ കയറി വരാൻ സമയമായി. നമുക്ക് ഓഡിയൻസസ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗിഫ്റ്റ് ഒരെണ്ണം എടുത്തു. ഗിഫ്റ്റ് ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. താഴെ കൊടുത്താൽ മതി കേട്ടോ. അവിടെ കൊടുത്താൽ മതി. ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇക്ക 23 സെക്കൻഡുമായിട്ട് വാ. നിങ്ങളെ കണ്ണ് വെക്കാണ്ടിരിക്കട്ടെ. നിങ്ങൾക്ക് അടിപൊളി ലങ് കപ്പാസിറ്റിയാ. കയറി പോന്നോളൂ. നമ്മുടെ സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാര് അത് സർക്കുലേഷൻ പാത്താണ്. അവിടെ നിന്ന് മാറി ഒക്യുപ്പൈ ദ സീറ്റ്സ്. ഒരുപാട് സീറ്റുകൾ കാലിയായിട്ട് കിടപ്പുണ്ട്. അവിടെ ആ പാത്തിയിൽ നിന്നൊന്ന് മാറും എല്ലാവരും. ദയവായി നമ്മുടെ സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന എല്ലാവരും സീറ്റുകളിലേക്ക്
വേക്കൻറ്റ് സീറ്റിലേക്ക് ഒക്യുപ്പൈ ചെയ്യുക പ്ലീസ്. അപ്പൊ ഇനി 5 മിനിറ്റിൽ നമ്മൾ ബാറ്റിൽ ഓഫ് ബാച്ചസിന്റെ അടുത്ത സ്പെഷ്യൽ പെർഫോമൻസ് ബാറ്റിൽ ഓഫ് യങ് ബ്ലഡ് അതിന്റെ മത്സരത്തിലേക്ക് പോവുകയാണ്. 4 ടീമുകളുടെ പെർഫോമൻസ്. ഇക്കാരുടെ പേര് ഞാൻ ചോദിച്ചില്ല. അബ്ദുൽ നാസർ. അബ്ദുൽ നാസർ. എൻ്റെ സ്റ്റുഡന്റ് നഹല എൻ്റെ മകളായിരുന്നു. നഹല സ്റ്റുഡന്റ് മകളായിരുന്നു. നമ്മളാണ് MESലേക്ക് പറഞ്ഞു വിട്ടത്. ഓക്കെ, സ്പെഷ്യൽ ഗിഫ്റ്റ് പാപ്പയ്ക്ക് ഒരു കൈയ്യിൽ കൊടുത്ത് 23 സെക്കൻഡ് ആണ്. 23 സെക്കൻഡിൽ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ സ്പോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഇക്ക, അടിപൊളി. റൈറ്റ്, അപ്പോൾ ആം ജോബ്സ് തകതിമി ഓണം പവർഡ് ബൈ ഹെക്സ ബ്ലോയിൽ നമ്മൾ ഇനി നേരത്തെ പ്രൊസഷനിൽ എല്ലാവരും നല്ല ഗ്രാൻഡ് ആയിട്ട് മത്സരിച്ചു. ഫൈനലി നമ്മൾ അതിന്റെ മാത്രം അനൗൺസ്മെന്റ് പറഞ്ഞു. ഇനി ഇതിലെ മറ്റൊരു അട്രാക്റ്റിംഗ് സ്പെഷ്യൽ പെർഫോമൻസസ് ആണ് ബാറ്റിൽ ഓഫ് യങ് ബ്ലഡ് ആണ്. സോ ഇതിന്റെ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടീം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെസ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ടീമിന് വിളിക്കാൻ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ നമ്മുടെ സപ്പോർട്ട് ചെയ്ത ടീംസിന്റെ പേരൊക്കെ ഒന്ന് അനൗൺസ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഇസ് ബാറ്റിൽ ഓഫ് യങ് ബ്ലഡ്സ്. അത് നമ്മുടെ അടുത്ത കോമ്പറ്റീഷൻ ആണ്. 4 ടീംസ് ആണ് ഇതിൽ മത്സരിക്കാൻ പോകുന്നത്. ഏഷ്യൻ ഗോൾഡ് കുട്ടിപ്പുറം മാഫിയ, ഷാംബർഗ്, ജെൻ, പത്താല, ഓസ്കർ, മഹാബി, ആസ്കറ്റ് ആൻഡ് വിച്ച് ഒലാഖ. 4 ടീംസ് റെഡിയാണ്. Alright, അപ്പോൾ ആം ജോബ്സ് പ്രസൻസ് തകതിമി ഓണം പവർഡ് ബൈ ഹെക്സ ബ്ലൂ, സപ്പോർട്ടഡ് ബൈ ഓസ്കാർ, ഷംബർഗ്, ആസ്കോട്ട് ആൻഡ് ഫീച്ച്, ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ലുലു എക്സ്ചേഞ്ച് ആൻഡ് പ്രൈം ഹോസ്പിറ്റൽസ്. പ്രൈം ഹോസ്പിറ്റൽസിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ട് 4 മിനിറ്റ്സ് കൂടി ഉണ്ട്. 4 മിനിറ്റ് കൂടി ഉണ്ട്. ഈ 4 മിനിറ്റിൽ ഇപ്പോൾ നമ്മളൊരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തീരില്ല. ശരി, അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ വീണ്ടും പറയാനുള്ളതെല്ലാം ഓർമ്മിക്കുകയാണ്. നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ പ്രൈം ഹോസ്പിറ്റൽസിന്റെ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ഒരു MES കോളേജ് ഓഫ് അലുമിനിയുടെ ഭാഗമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യാം ഇല്ല. ശരി, നമുക്ക് ഹോട്ട് എയർ ബലൂൺ ഉണ്ട്, 2 സ്റ്റേക്കേഷൻ ഉണ്ട്. ഇതൊന്നും മറക്കരുത്. കൂപ്പോൺസ് എടുക്കാത്തവർ ഗോ ഗെറ്റ് യുവർ കൂപ്പോൺസ്. ട്രൈ യുവർ ലക്ക്. ബെസ്റ്റ് ഡേ ടു ട്രൈ യുവർ ലക്ക്. ഇന്നൊരു സൺഡേ ആണ്. മാക്സിമം മേക്ക് യൂട്ടിലൈസ് ദ ഹോൾ ഇവന്റ് ഇവിടെ നടക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് എനർജറ്റിക് ആവാം. എനിക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കണം എനിക്ക് കാണാം. ആ എനർജി ആയിരുന്നോ? ആ സ്പെഷ്യൽ എനർജി കഴിച്ചായിരുന്നോ? ആ അടിപൊളി. ശരി, കറക്റ്റ് സമയത്ത് സ്ലോട്ടിൽ പോയി കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചു വന്നതിന്റെ ഒരു എനർജി മുഖത്ത് കാണാനുണ്ട്. ശരി, ബാറ്റിൽ ഓഫ് യങ് ബ്ലഡിൽ ആദ്യം ചെസ് നമ്പർ 002 അവർ റെഡി ആയിട്ടെന്ന് വിചാരിക്കുന്നു. അവരാണ് മത്സരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. പുറകിന്നാണോ എൻട്രി? ശരി, ആ മ്യൂസിക് ഒന്ന് കയറ്റി വെച്ചോ. നമ്മൾ കുറച്ച് നേരത്തേക്ക് ഈ ഒരു സ്റ്റേജ് വിടുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് ബാറ്റിൽ ഓഫ് യങ് ബ്ലഡ്. അതിന്റെ ചെസ് നമ്പർ 002 ടീം റെഡി ആവുന്നുണ്ട്. അടുത്ത 2 മിനിറ്റിൽ അവരുടെ ഗ്രാൻഡ് എൻട്രി. താങ്ക് യു സോ മച്ച്. സോ പായസം കോണ്ടസ്റ്റിന്റെ റിസൾട്ട് പറയട്ടെ. റെഡിയാണോ? ആദ്യം ഞാൻ ഏത് ടീമിനാണ്, കാരണം ഓരോ ടീമിൽ നിന്നും 2 പേര് വീതം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 8 പേരാണ് ബാറ്റിൽ ഓഫ് ബാച്ചസിൽ ഈ ഒരു പായസം കോണ്ടസ്റ്റിൽ മത്സരിച്ചത്. സോ ടീം വൈസ് മാക്സിമം സ്കോർ കിട്ടിയിട്ടുള്ളത് ആരാണെന്ന് പറയട്ടെ. ശരി, 4ാം സ്ഥാനത്ത്, അതായത് 4ാം സ്ഥാനം കിട്ടിയ ആളുടെ പേര് പറയാം, ടീമിന്റെ പേര് പറയാം. അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ആരാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എന്ന് പറയാം. ഓക്കെ, 4ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് 1 മാർക്കുമായിട്ട് ആരാ? ഇതിന്റെ മാക്സിമം മാർക്ക് 10 ആണ്. ഇതിൽ 1 മാർക്ക് നേടി. അത് പായസം അല്ലായിരുന്നോ? എനിവേസ്, 4ാം സ്ഥാനത്ത് 1 മാർക്ക് നേടി വന്നിട്ടുള്ളത് ജെൻ പത്താല. ജെൻ പാതാള, കൺഗ്രാറ്റുലേഷൻസ്. ആ പായസം എനിക്കൊരു ഗ്ലാസ് വേണം. അതെ, ആ പായസം ഒരു ഗ്ലാസ്. എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം. ശരി, ഇനി ടീം സ്കോറിൽ 2ാം സ്ഥാനം പറയാം. അങ്ങനെയാണ് നമ്മുടെ ഓർഡർ. ശരി, 2ാം സ്ഥാനം പായസം കോൺടെസ്റ്റിൽ നേടിയിട്ടുള്ളത് 7 പോയിന്റുമായിട്ട് ടീം ഏഷ്യൻ ഗോൾഡ് കുറ്റിപ്പുറം മാഫിയ. 2ാം സ്ഥാനമാണ് ഏഷ്യൻ ഗോൾഡ് കുട്ടിപ്പുറം മാഫിയയ്ക്ക് കിട്ടിയിരിക്കുന്നത് 7 മാർക്കോട് കൂടി. ശരി, ഇനി നമുക്ക് 1ാം സ്ഥാനം പറയാം. 10 പോയിന്റുമായിട്ട് ടീം ഇനത്തിൽ മത്സരിച്ച് 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ആരാ?
കൺഗ്രാറ്റുലേഷൻസ്. ശരി, ഇനി പെട്ടെന്ന് തന്നെ ഞാൻ ഇൻഡിവിജ്വൽ വിന്നേഴ്സിനെ കൂടി പറയാം. ഈ കൂട്ടത്തിൽ ഇൻഡിവിജ്വൽ പ്രൈസ് കൂടി ഉണ്ടായിരുന്നു. അതിൽ 2ാം സ്ഥാനം നേടിയിട്ടുള്ളത് സിത്താര കുട്ടിപ്പുറം മാഫിയ. സിത്താര, കൺഗ്രാറ്റുലേഷൻസ്. കാര്യം ടീം സ്കോർ വഹിച്ചിട്ട് പ്രശ്നമാണെന്നുണ്ടെങ്കിലും സിത്താരയ്ക്കാണ് ഇതിലെ സെക്കൻഡ് പ്രൈസ്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു തസ്നീം ഒലാക്ക. ഒലാക്ക. കടുകട്ടി കോമ്പറ്റീഷൻ ആണ്. അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കി ടീമിന് മാർക്ക് ഉണ്ടാക്കി കൊടുത്ത സുഹൃത്തുക്കളോട് 1000 നന്ദി. ഓൾറൈറ്റ്, ആ പായസം ഒന്നും അല്ല, ഊണിന്റെ പായസം. ഊണിന്റെ പായസം വേറെയാണ്. ആ സ്ലോട്ട് കിട്ടിയവര് പോവാ. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ ഇനി ബാറ്റിൽ ഓഫ് യങ് ബ്ലഡ് കോമ്പറ്റീഷനിലേക്ക് പോവാണ്. പായസം മത്സരവും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക്, പ്രൊസഷനും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇതിലൊക്കെയാണ് മാക്സിമം പോയിന്റ്സ് കിട്ടുള്ളൂ. സോ 4 ടീമും നന്നായിട്ട് മത്സരിക്കുക. ആൻഡ് ഫസ്റ്റ് പെർഫോമൻസ്. ചെറിയൊരു റിക്വസ്റ്റ്, ആരുടെയെങ്കിലും കയ്യിൽ ഒരു പെനഡോൾ ഉണ്ടോ? പെനഡോൾ, ടാബ്ലറ്റ്. ആ, നമ്മുടെ ചേച്ചിമാരെല്ലാരും ബാഗ് തുറക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പേര് ബാഗ് തുറക്കുന്നു. ഇത്രയധികം ഹോസ്പിറ്റൽ ഇതിന്റെ അകത്ത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒന്ന് പെട്ടെന്ന് നമ്മുടെ ബ്രോക്ക് കൊടുക്കുക, അത്യാവശ്യമാണ്. കാരണം ഇത്രയും ഹെവി കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഏതോ ജഡ്ജിനാണോ അതോ കമ്മിറ്റി മെമ്പർക്കാണോ തല പെരുക്കുന്നുണ്ട്, അതിനുള്ള ഗുളികയാണ്. ശരി, അപ്പോൾ ആദ്യത്തെ ബാറ്റിൽ ഓഫ് യങ് ബ്ലഡിൽ നവീന മത്സരിക്കാൻ പോകുന്ന ടീം പെർഫോം ചെയ്യാൻ പോകുന്നത് ചെസ് നമ്പർ. ഇതിപ്പോ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങാനുള്ള ഗുളികയായല്ലോ. കിട്ടിയോ? ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നുപോലെ ആയിപ്പോയി.